അതുകൊണ്ടാണ് ഇത്ര സുന്ദരനായിട്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ആ ഒരു പുള്ളി ഒരു ഫുൾ റൊമാൻറ്റിക് മൂഡിലാണ് എപ്പോഴും. സംസാരിക്കാൻ പറ്റാത്തതിലുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ കാണിക്കാറുണ്ട് മുഖത്ത് എക്സ്പ്രഷൻ. ജഗദീഷ് ചേട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതായിരുന്നു? ചേട്ടൻ അത് ഈ കിലുക്കൊക്കെ ഇല്ലേ, 8:30 ഫുഡ് ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 9 o'clock ആകുമ്പം പപ്പ കിടക്കും അങ്ങനെ. പക്ഷേ പണ്ട് ഭയങ്കര ചിട്ടയോടെയുള്ള ലൈഫായിരുന്നു. രാവിലെ എനിക്ക് 5 o'clock എണീക്കും. അതിൽ കൂടുതൽ വർക്കില്ലെങ്കിലും ഉണ്ടെങ്കിലും പുള്ളി എത്ര ലേറ്റ് ആയിട്ട് ഷൂട്ട് കഴിഞ്ഞ് വന്നാലും 5 മണിക്ക് എണീക്കും. എക്സസൈസ് ഒക്കെ അന്ന് എക്സസൈസ് ഒക്കെ എത്ര ലേറ്റ് നൈറ്റ് വന്നാലും രാവിലെ വെളുപ്പിന് എൻ്റെ എക്സസൈസ് പോയി. അതുകൊണ്ടാണ് ഇത്ര സുന്ദരനായിട്ടിരിക്കുന്നതാണ്. ഷുഗർ അങ്ങനെയൊന്നും ഇല്ല, ഒരു ശകലം പ്രഷറുണ്ട്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ദൈവാനുഗ്രഹിച്ച്. സുന്ദരൻ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. സുന്ദരനാണ്, ഗ്ലാമർ ആണ്. ഇപ്പോഴും ആ ഒരു പുള്ളി ഒരു ഫുൾ റൊമാൻറ്റിക് മൂഡിലാണ് എപ്പോഴും. പപ്പ അങ്ങനെ നോക്കിയത് കൊണ്ടാണ് പപ്പയുടെ ഈ ആക്സിഡന്റ് സമയത്തൊക്കെ ആണെങ്കിൽ ഇത്രയും സർജറീസ് ഒക്കെ വന്നെങ്കിലും പെട്ടെന്ന് റിക്കവർ ആയി. പുള്ളിക്ക് ഡയബറ്റിക് ഇല്ല, ഗോഡ് ഗ്രേസ്, അങ്ങനെ ഡയബറ്റിക് ഇല്ല, പ്രഷർ കാര്യങ്ങൾ, കൊളസ്ട്രോൾ, എവറിത്തിങ് ഈസ് ആബ്സല്യൂട്ട്ലി ഓൾ റൈറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു ആക്സിഡന്റ് ആയിട്ട് ഇരിക്കണ ഒരു വ്യക്തിയുടെ ഫേസ് അല്ല സത്യം പറഞ്ഞ. അമ്മ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അത് കഴിഞ്ഞ് അങ്ങനെ അമ്പിളിച്ചേട്ടൻ അങ്ങനെ സിനിമയിൽ നിന്നൊക്കെ മാറിയപ്പോഴത്തേക്കും അമ്പിളിച്ചേട്ടൻ എപ്പോഴെങ്കിലും ഭയങ്കര വിഷമോ ഡിപ്രഷനോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇത്രയും തിരക്ക് പിടിച്ച് ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ മനസ്സിലാവും. പക്ഷെ ഇപ്പോഴും ഷൂട്ടിങ് അവര് സിനിമ സംബന്ധിച്ച് ആരെങ്കിലും വരുവാണെങ്കിൽ പപ്പയ്ക്ക് സംസാരിക്കാൻ പറ്റാത്തതിലുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ കാണിക്കാറുണ്ട് മുഖത്ത് എക്സ്പ്രഷൻ. അന്നേരം നമുക്കറിയാം പപ്പയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പപ്പയുടെ ഇപ്പോഴത്തെ ഒരു പപ്പയ്ക്ക് നമ്മളെ കാണുമ്പോൾ ഉള്ള ആ ഒരു ഇതേ ഉള്ളൂ. നമ്മൾ ഇച്ചിരി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഉള്ളിൽ നിന്ന് മാറുമെന്ന് തോന്നുന്നു. നല്ലപോലെ ഉണ്ട്. ജഗദീഷ് ചേട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതായിരുന്നു? ചേട്ടൻ അത് ഈ കിലുക്കൊക്കെ ഇല്ലേ, അമ്പിളിച്ചേട്ടനല്ല അമ്മയുടെ കാര്യമാണ്. പണ്ടത്തെ അണിയാത്ത വളകൾ, കിലുക്കം, അണിയാത്ത വളകൾ അതൊക്കെ ഉണ്ട്. പിന്നെ അണിയാത്ത വള ഞങ്ങൾക്ക് യോധ, അത് ശരി, നമ്മുടെയൊക്കെ ഒരു സമയം യോധ കിലുക്കൊക്കെയാണ് നമ്മള് എന്താ പറയാ അണിയാത്ത വളകൾ ഉണ്ടായിരുന്നു സിനിമ പഴയ. പിന്നെ ഞാൻ ആദ്യം ഫസ്റ്റ് അമ്പിളിച്ചേട്ടനെ കണ്ടത് സ്വന്തം എവിടെ ബന്ധം എവിടെ എന്ന് പറഞ്ഞൊരു പഴയൊരു, അങ്ങനെയാണ് അമ്പിളിച്ചേട്ടനെ ഞാൻ കാണുന്നത് ശരിക്കും. അല്ല ആലോചിച്ചതിന് ശേഷം, കല്യാണം ആലോചിച്ചതിന് ശേഷം ഒന്ന് കാണുന്നത്, അല്ലാതെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ പപ്പ അറിയാവുന്നത് പിന്നെ ഞാൻ കല്യാണ നിശ്ചയത്തിൻ്റെ അന്നാണ് കാണുന്നത് നല്ലപോലെ. ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇപ്പൊ പറഞ്ഞ പോലെ ഇവര് രണ്ടുപേരും മറ്റേ സ്വീറ്റ് 70-ലുള്ള ആൾക്കാരാണ്. ഇപ്പോഴും അതൊക്കെ പറയുമ്പോഴത്തേക്കും മുഖത്ത് നാണമൊക്കെ. ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛൻ ഈ പ്രേമ കഥയൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്കും എങ്ങനെ